അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സകല അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിലെ ഓരോ സൂറത്തിന് വലിയ വലിയ മഹത്വങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ മഹത്വങ്ങളുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്തുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ, മഹത്തുക്കളായ ആലിമീങ്ങൾ പറയുന്നതിന് നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരും. ഞായറാഴ്ച സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അതായത് പ്രദോഷ സമയം, ആരെങ്കിലും ഈ സൂറത്ത് 10 തവണ ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അവൻ ചോദിക്കുന്നത് എന്തും അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. അതിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. ഓരോ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിന്റെ മാത്രം ഈ സൂറത്ത് പതിവാക്കുന്നവന് ഇഹത്തിലും പരത്തിലും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും. സർവ്വതിന്മകളും അവനിൽ നിന്ന് അകന്നു പോവുകയും ഇത് നമ്മുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റിയ നല്ലൊരു അവനാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മുടെ നടക്കാത്ത ഏത് ആഗ്രഹവും പൂർത്തിയാക്കാൻ പറ്റിയ നല്ല ഒരു സൂറത്താണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജോലിയില്ലാത്തവരുണ്ട്, ഭവനങ്ങളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, അതുപോലെ അവിടെ തന്നെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്ന ഈ സൂറത്തിനെ നിങ്ങൾ വേണ്ടതുപോലെ, ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഞാനെന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യങ്ങളും വന്നു ചേരാനും തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ മാറിക്കിട്ടാനും വേണ്ടിയുള്ള നല്ലൊരു സൂറത്തിനെ കുറിച്ചാണ്. ഒരു ചെറിയ സൂറത്താണ് ഈ സൂറത്ത്. നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറാൻ 66 പ്രാവശ്യം പാരായണം ചെയ്തിട്ട് 66 പ്രാവശ്യം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടേണ്ടതില്ല. കാരണം നമുക്ക് കുറച്ച് സമയം കൊണ്ട് അത് ഓതി തീർക്കാൻ പറ്റും. ശേഷം 5631 തവണ, ശേഷം 5631 തവണ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. അപ്പൊ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്ന് 1000 തവണ ചൊല്ലുക. മാഷാ അല്ലാഹ് എന്ന് 1000 തവണ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അവൻ കിടന്നുറങ്ങിയാൽ അവൻ എന്താണ് ആഗ്രഹം സാധിക്കാനുള്ളത്, അല്ലെങ്കിൽ അവൻ എന്ത് പ്രതിസന്ധിയിലാണോ അകപ്പെട്ടിട്ടുള്ളത്, ആ വിഷയത്തിൽ ഒരു വെളിപ്പെടൽ അവന് സ്വപ്നത്തിൽ ഉണ്ടാകുന്നതാണ്. ഒരു മലക്ക് വന്ന സ്വപ്നത്തിൽ ആ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്നും രക്ഷപ്പെടേണ്ടതെന്നും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ അതിന് പരിഹാരം ആ മലക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് പതിവാക്കിയാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്തിന്റെ മഹത്വമാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഈ സൂറത്ത് പതിവാക്കിയാൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ്. വലിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. പക്ഷേ പലരും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് കൊടുത്താൽ മാത്രമേ ഈ അമലുകളൊക്കെ അതിന്റെ സമയത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇഖ്ലാസോടെ ചെയ്യണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് അധികമായി ഓതുവാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ ഖൈർ അവനിക്ക് വരാൻ അടുത്തിട്ടുണ്ട്. ഈ സൂറത്ത് ഒരുപാട് പ്രാവശ്യം നമുക്ക് ഓതാനായിട്ടൊരു മനസ്സ് വരണേ. നമ്മൾ വിചാരിക്കണം അല്ലാഹു എന്തോ ഒരു ഖൈർ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട് എന്ന്. നമ്മൾ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണം, അല്ലേ? പ്രത്യേകിച്ച് സൂറത്തിന്റെ മഹത്വം ഈ സൂറത്ത് ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് ഈ പറയുന്ന സൂറത്ത് ഓതുന്നവർക്ക് വലിയ ബർക്കത്ത് ആ വീട്ടിൽ ഒഴുകിയെത്തുന്നതാണ്. അതുപോലെ തന്നെ ബർക്കത്തിന്റെ വഴികളാണ് നമ്മൾ ഖുർആൻ ഓതുന്നതും സലാത്ത് ചൊല്ലുന്നതും
ദിക്റുകൾ ചൊല്ലുന്നതും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ട ഉപകരണങ്ങളെ പറ്റിയൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ഇന്നത് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ആളുകൾ ചിന്തിക്കുന്നത് അതില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സുലഭമായി എല്ലാം കിട്ടുന്നുണ്ടല്ലോ, ബർക്കത്തുണ്ടല്ലോ. ബർക്കത്ത് എന്ന് പറയുന്നത് അതെല്ലാം നമുക്ക് എല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റാത്തവർ എത്രയോ പേരാണ്. സുലഭമായി എല്ലാം കഴിക്കാനുണ്ടായിരുന്നിട്ടും എത്രയോ ആളുകൾക്കാണ് പലതരം അസുഖങ്ങൾ മൂലം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും കാണും, പക്ഷേ വീട്ടിൽ മനസ്സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എത്രയോ പേരാണ് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. അതുപോലെ തന്നെ മനസ്സിന് സുഖമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ പിന്നെ എല്ലാം ഉണ്ടായിട്ടും നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ പഴയ കാലത്ത് സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും കുറവാണെങ്കിലും അവർക്ക് സുലഭമായി കഴിക്കാനും സന്തോഷിക്കുവാനും മനസ്സമാധാനവും മനസ്സിന് റാഹത്തും സന്തോഷവും എല്ലാം അല്ലാഹു നൽകിയിരുന്നു. ഇന്ന് പലരും അതൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും മറ്റുമൊക്കെ പരിശുദ്ധ ഖുർആൻ വീടുകളിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ കുറിച്ചും മഹത്തുക്കളെ കുറിച്ചുള്ള പറച്ചിലുകളും അവരെ കുറിച്ചുള്ള പാട്ടുകളെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോയി. അതെല്ലാം നമ്മുടെ ഭവനത്തിൽ നിന്ന് പോയി. ഇന്ന് എല്ലാവരും ഫോണിൽ അകപ്പെട്ടു. അതുപോലെ തന്നെ അങ്ങനെ വിനോദങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിനോട് സന്തോഷമില്ലാത്ത രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഓതണം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെയുള്ള ആ രീതിക്ക് നിങ്ങൾ ഓതിയാൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആനും ദിക്റുകളും സലാത്തുകളെല്ലാം ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ബർക്കത്തിന്റെ വഴികളും സൂറത്തുകളും ദിക്റുകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക എന്നാണ്. നമ്മൾ അറിയാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ പറയാൻ പോകുന്ന സൂറത്ത് ഇതിന്റെ മഹത്വങ്ങൾ പറഞ്ഞല്ലോ. ഈ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട്. ഒരു വസ്തുവിന് എന്തെങ്കിലും സ്ഥാപനത്തിന് കുറെ പേരുകൾ ഉണ്ടെങ്കിൽ അത് സവിശേഷതകൾ ഉള്ളതായി കാണാം. അതുപോലെ ഈ സൂറത്തിന് ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മഹത്വവും ശ്രേഷ്ഠതയും ഉള്ളതാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തിന് ഒരു വട്ടം പാരായണം ചെയ്താൽ തന്നെ ഖുർആനിന്റെ 3 പാരായണം ചെയ്ത് കൂലി കിട്ടുമെന്ന്. ഈ സൂറത്ത് 3 തവണ ഓതിയാൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിന്റെ 3 ഓതിയ കൂലി, 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടുന്നതാണ്. ഈ സൂറത്ത് 10 തവണ ഒരാൾ പാരായണം ചെയ്താൽ സ്വർഗത്തിൽ അവനൊരു മണിമാളിക തയ്യാറാക്കി വെക്കുമെന്നാണ്. ഈ സൂറത്ത് 50 തവണ പാരായണം ചെയ്താൽ അവന്റെ 50 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നാവുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതിക്കോളൂ. ഞായറാഴ്ച സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, അതായത് പ്രദോഷ സമയം, ആരെങ്കിലും ഈ സൂറത്ത് 10 തവണ ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അവൻ ചോദിക്കുന്നത് എന്തും അല്ലാഹു നൽകുന്നതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങൾ അല്ലാഹുവിനോട് ഈ രീതിക്ക് ചോദിക്കുക, റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ സൂറത്ത് പതിവാക്കുന്നവന് ഇഹത്തിലും പരത്തിലും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും. സർവ്വ തിന്മകളും അവനിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. ഇത് നമ്മുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയും ചെയ്യാൻ പറ്റിയ നല്ല ഒരു അവനാണ് ഈ സൂറത്ത്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അക്രമങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സൂറത്ത് മുറുകെ പിടിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നടക്കാത്ത ഏത് ആഗ്രഹവും പൂർത്തിയാക്കാൻ പറ്റിയ നല്ലൊരു അമലാണിത്. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ ഞാൻ ഇത്രത്തോളം ഇതിന്റെ മഹത്വം പറഞ്ഞ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിന്റെ മഹത്വമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നമ്മളെ നടക്കാത്ത ഏത് ആഗ്രഹം, ഒരുപാട് പേർക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്, നടക്കാത്ത ഏത് ആഗ്രഹവും പൂർത്തിയാകാൻ പറ്റിയ നല്ലൊരു അമലാണ് 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഓരോ 100 പ്രാവശ്യം എത്തുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് അല്ലാഹുവിനോട് പറഞ്ഞു ദുആ ചെയ്യുക. 1000 പ്രാവശ്യം, ഓരോ 100 പ്രാവശ്യം എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യത്യസ്തമായ ആഗ്രഹമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഏതാണോ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഓരോ 100 പ്രാവശ്യം എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് അല്ലാഹുവിനോട് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യുക. വീണ്ടും 200 എത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പറയുക. അങ്ങനെ 100 എത്തുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ 1000 പ്രാവശ്യം നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം അവന്റെ ആഗ്രഹം അല്ലാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്താൽ അവന്റെ ഏത് ആഗ്രഹവും അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. പിന്നെ മുകളിൽ ധാരാളം കൂലികൾ പറഞ്ഞിട്ടുണ്ട് ഈ സൂറത്ത് ഓതിയാനുള്ള. അതൊക്കെ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ അമൽ ചെയ്യ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവേ, നിന്റെ ഖുർആൻ ഓതി ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹമുമാ കമാ റബ്ബൗനാ സിഗാറാ. അർഹമർ റഹീമീനായ അല്ലാഹുവേ, നിങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ മജ്ലിസാണ് അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും നീങ്ങി പോകാനും അല്ലാഹുവേ ഇതെല്ലാം ഒരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ഭവനങ്ങളില്ലാത്തവരാണ്, നീ ഭവനം നൽകണേ അല്ലാഹ്. ഉള്ള ഭവനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്, ജോലി നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലിയവരുണ്ട്, അല്ലാഹുവേ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് അല്ലാഹ്, കടങ്ങൾ വീടാനുള്ള വഴികൾ നൽകണേ അല്ലാഹ്. എത്രയോ മക്കള്, എത്രയോ ദമ്പതിമാര് മക്കളില്ലാത്തവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. റബ്ബേ, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ തന്ന ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നീ തന്ന മക്കളിൽ ബർക്കത്ത് ചൊരിയണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ പല രോഗികളാണ്, ശിഫയാക്കണേ അല്ലാഹ്. അവർ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ വീഡിയോകൾ കാണുന്നവർ, ഷെയർ ചെയ്യുന്നവർ, അവരെയൊക്കെ നീ കാക്കണേ അല്ലാഹ്. അവരെ നിങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.